ഈ രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധാനം ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തെ അധികരിച്ചുള്ളതായ പാഠങ്ങളായിരുന്നുവല്ലോ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായിട്ട് നാം ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഇതിനെ ഒരു സുവർണ നിയമമായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. മിക്കവാറും കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. എന്നാൽ സുപ്രധാനമായ ഒരു സത്യം കൂടി ആ വാക്യത്തിൽ നിന്ന് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഇനി വായിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. ആ വാക്യത്തിൻ്റെ ഒടുവിൽ നമ്മൾ കാണുന്നൊരു ചെറിയ വാചകമുണ്ട്. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. അപ്പോൾ നമ്മുടെ കർത്താവ് ഇവിടെ പഠിപ്പിച്ചതായ ഈ സുവർണ നിയമം ഒരാൾക്ക് കൃത്യമായി അനുസരിക്കുവാൻ സാധിച്ചാൽ അവിടെ നമ്മുടെ കർത്താവ് തന്നെ വ്യക്തമാക്കുകയാണ്, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. അപ്പോൾ ഈ വചനത്തിൻ്റെ മഹത്വവും പ്രായോഗിക പ്രാധാന്യവും ആ വാക്കുകളിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വാചകം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ മറ്റൊരു വാചകം വരുന്നതിനുള്ളതായ വാക്യം വരുന്നതിനുള്ളതായ സാധ്യത ഉണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ വന്നു കാണുമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇതിനോട് വളരെ ബന്ധമുള്ള ഒരു പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം എത്രയോ വ്യക്തമായിട്ടാണിത് പറയുന്നത്. നമുക്കറിയാം, കർത്താവ് പഠിപ്പിച്ച ഈ നിയമത്തോടുള്ള അനുസരണം കൂട്ടുകാരനോട്, സഹജീവിയോടുള്ള വിജയകരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ പൗലോസ്ലീഹ എഴുതുന്ന ഈ വാക്കുകൾ നമുക്കതിൻ്റെ അർത്ഥം പറഞ്ഞു തരുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. അവിടെ ദൈവത്തിൻ്റെ ദാസൻ എഴുതുന്നത് ന്യായപ്രമാണം മുഴുവനും ഈ ഏക വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകൾ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ 2 കൽപ്പനകളാക്കി ചുരുക്കി പഠിപ്പിച്ചതായ വാക്യങ്ങൾ നമുക്ക് നല്ല പരിചയമുള്ള വാക്യങ്ങളാണ്. നമ്മൾ ആ വാക്യങ്ങൾ മനഃപ്പാഠം പഠിക്കാനും ഒക്കെ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. നിങ്ങളുടെ ഓർമ്മയിലത് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാറുമുണ്ട്. മർക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ഉള്ള വിശദീകരണം നൽകുമ്പോൾ ഈ ആശയത്തോട് വളരെ ചേർന്ന് വരുന്ന ഒരു സത്യം അവിടെ വ്യക്തമാക്കിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പരിചയമുള്ള വാക്യമാണെങ്കിലും നമുക്കൊന്നങ്ങ് വായിക്കാം എന്ന് ഞാൻ കരുതുന്നു. എത്രയോ മുഖ്യമായുള്ള കൽപ്പനയെക്കുറിച്ചാണ് നമ്മുടെ കർത്താവ് അവിടെ പറയുന്നത്. ഏറ്റവും മുഖ്യമായ കൽപ്പന ഏതാണ് എന്നുള്ളത് ചിലപ്പോഴൊക്കെ നമുക്ക് സംശയം തോന്നുന്നില്ലായിരിക്കാം. അത് പൊതുവെ തോന്നിപ്പോകുന്നതിനുള്ളതായ വളരെ സാധ്യതയുള്ളൊരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിലെ കാര്യങ്ങൾ വിശദീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഒന്ന് വായിക്കുക മാത്രം ചെയ്യാം. മർക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അവൻ അവരോട് നല്ലവണ്ണം കുറ്റം പറഞ്ഞതായി ബോധിച്ചു.
എല്ലാത്തിനും ബുദ്ധികൽപ്പന എഴുതുന്ന അവർ ചോദിച്ചു. അതിന് യേശു എല്ലാത്തിനും ബുദ്ധികൽപ്പനയാണ്. ഇസ്രായേലിനെ കേട്ട നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്നാകുന്നു. രണ്ടാമത്തേതോ കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നാണ്. ഒരു വലുതായിട്ട് മറ്റൊരു അപ്പോൾ അവിടെ എന്തു വ്യക്തമായിട്ടാണ് ഈ സത്യം നമ്മുടെ കർത്താവ് വ്യക്തമാക്കുന്നതായി നമ്മൾ കാണുന്നത്? അവിടെ ഒടുവിലത്തെ വാചകം ഗലാത്യർ 5:14 പരിശുദ്ധാത്മ നിയോഗത്തിൽ പൗലോസ് രേഖപ്പെടുത്തുന്ന ആ വാചകത്തോട് ഏറെ ബന്ധമുള്ളതാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് നമ്മൾ ഈ ക്ലാസ്സിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളെ കർത്താവ് ഇവിടെ 2 കൽപ്പനകളിലാക്കി ചുരുക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. 28-ാമത്തെ വാക്യത്തിൽ നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ 4 പ്രാവശ്യം ആ സ്നേഹത്തിൻ്റെ ഗുണനിലവാരം ആവർത്തിച്ച് ഉറപ്പുവരുത്തിയാണ് നമ്മുടെ കർത്താവ് ആ സത്യം വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ മുഴുവൻ വിശദീകരിക്കാൻ എനിക്കറിയാൻ പാടില്ല. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നതിന് തടസ്സമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും ആ തടസ്സങ്ങളെ തട്ടിമാറ്റി കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ഏകാഗ്രതയിൽ നാം ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ കർത്താവ് ഇവിടെ വ്യക്തമാക്കുവാൻ ഇടയായിട്ട് തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കർത്താവിനോട് പുലർത്തുന്ന സ്നേഹത്തിൻ്റെ ഗുണനിലവാരം എവിടെയായിരിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ വിലയിരുത്താനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ നാം കർത്താവ് നമ്മെ സ്നേഹിച്ച കാര്യം ധാരാളം ഓർക്കാറുണ്ട്, ഓർക്കേണ്ടതുമാണ്. എന്നാൽ നമ്മെ സ്നേഹിച്ച കർത്താവിനെ നാം എത്രത്തോളം സ്നേഹിക്കുന്നു, എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവിനോട് നമുക്കുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മുടെ കർത്താവിനെ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അതിനൊരു വ്യക്തമായ തെളിവ് നമുക്ക് ഉണ്ടല്ലോ. പത്രോസ് അപ്പോസ്തലനോട് ഒരിക്കൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അത് ആവർത്തിച്ച് ചോദിക്കുന്നു എന്നുള്ളത് അവിടെ ധാരാളം ചിന്തിക്കാറുള്ളതായ കാര്യമാണ്. അപ്പോൾ പത്രോസിൻ്റെ സ്നേഹം 3 വട്ടം ആവർത്തിച്ച് ചോദിച്ച് ആ സ്നേഹത്തെ ഉറപ്പിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. 3-ാമത്തെ വട്ടം ചോദിക്കുമ്പോൾ പത്രോസിന് അതൊരു പ്രയാസമായിട്ട് തീർന്നു. എങ്കിലും ആ പ്രയാസം ഉണ്ടാകുമെന്ന് കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അത് ചോദിക്കുവാനിടയായിട്ട് തീർന്നത്. ഞാൻ ഈ വാക്ക് ഈ നാടുകളിലൊക്കെ പറയുന്നൊരു വാക്ക് ചേർത്ത് ഓർപ്പിക്കുകയാണ്. ഈ സ്നേഹം ചോദിച്ച് ഉറപ്പാക്കിയാണ് വളരെ പ്രധാനപ്പെട്ട ഇടയ ശുശ്രൂഷയ്ക്കുള്ള നിയോഗം പത്രോസിന് കർത്താവ് നൽകുന്നതായിട്ട് നാം കാണുന്നത്. അതുകൊണ്ട് ഈ ചോദ്യവും അതിൻ്റെ ഉത്തരവും നമുക്കൊരു സാരമായ സന്ദേശം നൽകുന്നുണ്ട്. കർത്താവിനെ ഇങ്ങനെ സ്നേഹിക്കുന്നവർക്ക് ഫലകരമായിട്ട് കർത്താവിൻ്റെ ജനത്തെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. സഭാമൂപ്പന്മാരുടെ യോഗ്യതകൾ തീത്തോസിൻ്റെ ലേഖനത്തിലും തിമോത്തിയോസിൻ്റെ ലേഖനത്തിലും വിശദീകരിക്കുമ്പോൾ ഈ യോഗ്യതയെക്കുറിച്ച് അവിടെ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവിടെയൊന്നും ഇല്ലാത്തൊരു യോഗ്യതയാണ്
ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഉത്തരവാദിത്വം ഉള്ളവർ സ്നേഹിച്ചാൽ മതിയോ? പോരാ. പിന്നെയോ നാം എല്ലാവരും ആ സ്നേഹം സമൃദ്ധിയായിട്ട് അനുഭവിച്ച ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കർത്താവിനോട് ഈ ഉന്നതമായ സ്നേഹം സൂക്ഷിച്ച് ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ടത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ചേർത്ത് ചിന്തിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കാര്യം എന്ത് മനോഹരമായിട്ടാണ് പറയുന്നത്. വരാകുന്ന തടസ്സങ്ങളുടെ ഒരു നീണ്ട പട്ടിക പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ട് പറയുന്നത്, ഇവയ്ക്കൊന്നും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ മുഖ്യ കൽപ്പനയുടെ അനുസരണത്തിൽ നാം ഓരോരുത്തരും എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് എല്ലാ സൂക്ഷ്മതയിലും പരിശോധിക്കാനായിട്ട് സാധിക്കട്ടെ. ഈ മുഖ്യ കൽപ്പനയോട് നമ്മൾ അനുസരണം കാണിച്ചാൽ അത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും പ്രതിഫലിക്കും. അതിലേക്ക് ഞാൻ പോകണ്ട എന്ന് വിചാരിക്കുകയാണ്. എങ്കിലും ഒരു സൂചന മാത്രം ഒന്ന് പറയാം. കർത്താവിനെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം കർത്താവ് തന്ന വചനത്തോടുള്ള അനുസരണത്തിൽ പ്രതിഫലിക്കും. മാളികമുറിലെ പ്രസംഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ 15, 21, 23, 24 വാക്യങ്ങളിലെല്ലാം ഒരു സത്യവും ആവർത്തന വിരസത കൂടാതെ ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തലമുറയിൽ നാം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് ദൈവം തന്ന വചനത്തോട് സൂക്ഷിക്കുന്ന ഏറ്റവും കൃത്യമായ അനുസരണത്തിൽ സാക്ഷ്യപ്പെടുത്തത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതാണല്ലോ നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ ഒരുക്കമായിട്ടും ഇരിക്കുന്നത്. അപ്പോൾ ഈ മുഖ്യ കൽപ്പന പറഞ്ഞിട്ട് രണ്ടാമത്തെ കൽപ്പനയായിട്ട് അവിടെ നമ്മുടെ കർത്താവ് പറയുന്നത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ചിന്താവിഷയം. കാരണം മറ്റൊരാൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഇച്ഛിക്കുന്നു അതാണ് അങ്ങോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സഹവിശ്വാസികളോട്, സഹജീവികളോടുള്ളതായ ആരോഗ്യപരമായ ബന്ധത്തിൻ്റെ പ്രമാണമായിട്ടാണ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എന്താ പൗലോസ് ഗലാത്യലേഖനം 5:14 ഈ രണ്ടാമത്തെ കാര്യം മാത്രം പറഞ്ഞിട്ട് അതാണ് അതിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്നു പറയാനുള്ളതായ കാരണം? ഒന്നാമത്തേത് അപ്രധാനമാണോ? അതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്? അല്ല, താൻ അങ്ങനെ പറയാനുള്ളതായ കാരണം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായി ഉൾക്കൊള്ളേണ്ടുന്നതായൊരു സത്യമാണ്. യോഹന്നാൻ്റെ ലേഖനം നമുക്ക് പരിചയമുള്ളത് കൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല. യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ, താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല എന്ന് എത്രയോ വ്യക്തമായിട്ടാണ് പറയുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താ അവിടെ പൗലോസ് അപ്പോസ്തലൻ ആ ആദ്യത്തെ മുഖ്യ കൽപ്പന ഒഴിവാക്കി രണ്ടാമത്തെ കാര്യം പറയാനിടയായിട്ട് തീർന്നത്? ഈ മുഖ്യ കൽപ്പനയിൽ ജയാളികളാകുന്നവർക്ക് മാത്രമേ രണ്ടാമത്തെ കൽപ്പനയിൽ ജയാളികളാകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് നമുക്ക് വളരെ ലളിതമായി അറിയാവുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാനത് ഒത്തിരി വിശദീകരിക്കേണ്ട എന്ന് കരുതുന്നു. എങ്കിലും യോഹന്നാൻ്റെ ലേഖനത്തിന് ആ 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് പോകാം എന്ന് കരുതുകയാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 20
21 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ചു പോകാം. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ. തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നതും കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണമെന്ന് കർത്താവ് നമുക്ക് അവരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ എത്ര വ്യക്തമായിട്ടാണ് ഈ സത്യം രേഖപ്പെടുത്തപ്പെടുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ലേഖനത്തിൽ ഇനിയും ഇതിനോട് ബന്ധപ്പെട്ട ധാരാളം വാക്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതായൊരു കാര്യം, ഒരാൾ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും അത് സഹോദര സ്നേഹത്തിൽ പ്രതിഫലിക്കുവാൻ ഇടയായിട്ട് തീരും എന്നുള്ളത് നാം ഇവിടെ വ്യക്തമായിട്ട് കാണുകയാണ്. പിന്നെ ആ 20-ാം വാക്യത്തിലേക്ക് ആ പ്രയോഗം നമ്മൾ കൂടെ ഓർക്കാറുണ്ട്. ഒരാൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്താൽ വളരെ ഗൗരവതരമായൊരു വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് കള്ളനെന്ന് ആണ് അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ വളരെ ഭയത്തോടെ ഈ സത്യം ഓർപ്പിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ന്യായപ്രമാണം ഇതിൽ ക്രോഡീകരിക്കപ്പെടുന്നു എന്നുള്ളതായ കാര്യം വ്യക്തമാക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം ഇവിടെയാണ് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കർത്താവ് കൃപ നൽകട്ടെ. നമുക്ക് സ്വന്തം പ്രാണൻ വെച്ച് നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവിനെ തിരിച്ച് അങ്ങനെ സ്നേഹിക്കാം. തിരിച്ച് നാം അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് പ്രായോഗിക തലത്തിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാം. യോഹന്നാൻ 13-34 വാക്യോടെ ചേർത്ത് ഓർക്കാം. കർത്താവ് സ്നേഹത്തിൻ്റെ കൽപ്പന നൽകുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് പറഞ്ഞ ഈ വാക്യത്തിൻ്റെ അർത്ഥം എത്രയോ മനോഹരമായിട്ടാണ് ഇവിടെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും ഇതിൻ്റെ ഒരു വിശദീകരണം യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനങ്ങ് വായിച്ചു പോകുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് വിശദീകരിക്കാനായിട്ട് ആവശ്യം വരികയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഓർത്തതുപോലെ മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യം അവർക്ക് ചെയ്യുവിൻ എന്നുള്ളതിൻ്റെ പ്രായോഗിക വശവും ആർക്കും മനസ്സിലാകത്തക്കവണ്ണം യോഹന്നാൻ അപ്പോസ്തലൻ ലളിതമായി രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ച് കൊടുത്താൽ നാം സ്നേഹമുള്ളവരെ നൽകുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തെ വസ്തുതകളുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരൻ ഉൾക്കൊള്ളുന്ന നമ്മൾ മനസ്സിലാക്കി കാണിക്കാൻ ദൈവത്തിന്റെ സ്നേഹം അവരെ വസിക്കും. കുഞ്ഞുങ്ങളെ, നാം ആദ്യകാലം നാമിനെ കണ്ട പ്രവൃത്തിയും സത്യത്തിൽ തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിന്റെ പക്ഷത്തിൽ നിൽക്കുന്നതും ഞങ്ങളെ. അപ്പോൾ അവിടെ കർത്താവ് അത് യോഹന്നാൻ അപ്പോസ്തലൻ എത്ര കൃത്യമായിട്ടാണ് ഏറ്റവും ലളിതമായി അത് വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതിൻ്റെ അടിസ്ഥാനം മുതൽ യോഹന്നാൻ വ്യക്തമാക്കുകയാണ്. നമ്മെ കർത്താവാണ് സ്നേഹം പഠിപ്പിച്ചത്. ക്ലാസ് എടുത്തല്ല പഠിപ്പിച്ചത്. പിന്നെ 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ പ്രാണനെ
നമുക്ക് വേണ്ടി വെച്ചു തന്നാണ് നമ്മെ സ്നേഹിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ അവിടെ യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ്, അവിടെ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്നേഹം നമ്മളെപ്പോലെ പഠിച്ച ആളുകൾ ലോകത്തിൽ വേറെ ആരുമില്ല. കാരണം നമുക്ക് വേണ്ടി കർത്താവ് സ്വന്തം പ്രാണനെ വെച്ച് തന്നാണ് നമ്മെ സ്നേഹിച്ച് ഈ വലിയ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീർന്നത്. എന്നിട്ട് ആ വാക്യത്തോട് ചേർത്ത് പറയുകയാണ്, നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു. അപ്പോൾ ആ കൽപ്പന എത്രയോ ഭംഗിയായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തി തരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസം മാളികമുറിയിലെ പ്രസംഗത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തൊരു കാര്യമാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചെയ്യുന്ന എത്രയോ കാര്യങ്ങൾ കർത്താവ് വിശദമായിട്ട് ആ പ്രസംഗത്തിൽ പറയാനിടയായിട്ട് തീർന്നു. ആ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. 16-ാം അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനെ വഴി നടത്തുന്നതായ കൂട്ടത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അനുഗ്രഹീതമായ സത്യങ്ങളെക്കുറിച്ച് അവിടെ കർത്താവ് പറയുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. അങ്ങനെ വെളിപ്പെടുത്തുന്നതിനാൽ സാധിക്കുന്ന കാര്യവും ആ വാക്യത്തിൽ എടുത്തു പറയുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. അങ്ങനെ വെളിപ്പെടുത്തുന്നതിനാൽ പുത്രൻ മഹത്വപ്പെടുവാനിടയായിട്ട് തീരും എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. നമുക്കറിയാം, ഈ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ച ആ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ വലിപ്പം എത്രയോ വ്യക്തമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 3-ന്റെ 1-ാം വാക്യം ഇവിടെ ചേർത്ത് ഓർക്കണം. കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പം 3-ന്റെ 16-ലേക്ക് വരുമ്പോൾ പറയുക, ഇനി ഇതിനേക്കാൾ വലിയ സ്നേഹം എന്താണ്? കർത്താവ് വന്ന് സ്വന്തം പ്രാണനെ നമുക്ക് വേണ്ടി തന്നാണ് നമ്മെ രക്ഷിക്കുവാൻ, ഈ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് നമ്മിൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം ഏറെ പ്രധാനമാണ്. ഈ സ്നേഹം അനുഭവിച്ച നമുക്ക് സ്നേഹിക്കാതിരിക്കാനൊരു വകുപ്പില്ല. കാരണം ഈ വലിയ സ്നേഹം നാം സമൃദ്ധിയായിട്ട് അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ഈ വലിപ്പം തിരിച്ചറിയുവാൻ, ആ വലിപ്പം തിരിച്ചറിയുന്നവരാണ് നാം എന്നുള്ളത് നമ്മുടെ അനുദിന ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമുക്കറിയാം, സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കുവാനുള്ള ഒരുക്കത്തോടും സമർപ്പണത്തോടും കൂടി ജീവിച്ച എത്രയോ ഭക്തന്മാരെ തിരുവെഴുത്തിൻ്റെ പേജുകളിൽ നമ്മൾ കാണുന്നുണ്ട്. 1-2 പേരുടെ പേര് നിങ്ങൾക്കൊന്ന് പറയാമോ? സഹോദരന്മാർക്ക് വേണ്ടി പ്രാണൻ വെച്ചു കൊടുക്കുവാൻ ഒരുക്കമായിരുന്ന 1-2 പേരുടെ പേര്. അക്വിലാവും പ്രിസ്കിലയും കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുമ്പോൾ അവർ പൗലോസിന് വേണ്ടി കഴുത്ത് വെച്ചു കൊടുക്കുവാൻ ഒരുക്കമുള്ളവരായിരുന്നു എന്നുള്ളത് എന്തൊരു സന്തോഷത്തോടു കൂടിയാണ് ആ ദൈവത്തിൻ്റെ ദാസൻ രേഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ പൗലോസ് രേഖപ്പെടുത്തുമ്പോൾ ഫിലിപ്പിയരുടെ ഒരു വാക്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ടല്ലോ. ഫിലിപ്പിയരോട് പൗലോസിനുള്ള സ്നേഹം എത്രയോ ആഴമാണ്. അവരുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ തൻ്റെ രക്തമൊഴിക്കുവാൻ ഒരുക്കമുള്ളവനായിട്ടാണ് ആ ദൈവത്തിൻ്റെ ദാസന് ശുശ്രൂഷിച്ചത് എന്ന് നമ്മൾ കാണുവാൻ ഇടയായിട്ട് തീരുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിച്ച് മുമ്പോട്ട് പോകട്ടെ. പ്രാണനെ വെച്ചു കൊടുക്കുക എന്ന് പറയുന്നൊന്നും അസംഭവ്യമായ കാര്യമായിട്ട് നിങ്ങൾ ആരും കാണുവാനിടയായിട്ട് തീരരുത്. ഇത് വളരെ വിജയകരമായി സാധിച്ചതായ ഭക്തന്മാരുടെ നീണ്ട നിര നമുക്ക് തിരുവെഴുത്തിൽ തന്നെ
കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും ആ ഗണത്തിൽ ഉൾപ്പെടാനായിട്ട് കഴിയുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പ് വരുത്തുവാനായിട്ട് സാധിക്കട്ടെ. അടുത്ത വാക്യത്തിലാണ് അതിൻ്റെ അടുത്ത പ്രായോഗിക സ്റ്റെപ്പിലേക്ക് വരുന്നതായി നമ്മൾ കാണുന്നത്. പ്രാണനെ വെച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ എല്ലാവർക്കും അവസരം കിട്ടി എന്ന് വരികയില്ല. അവസരം കിട്ടുന്ന ചുരുക്കം ഭാഗ്യവാന്മാരെ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അവസരം ഉള്ളൊരു കാര്യം അടുത്ത വാക്യത്തിൽ വളരെ കൃത്യമായി നമ്മൾ കാണുകയാണ്. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവരാരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? അപ്പോൾ വളരെ പ്രായോഗികമായൊരു തലത്തിലേക്ക് യോഹന്നാൻ അപ്പോസ്തലൻ ഇറങ്ങി വരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇവിടെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവസരം ഇല്ലാതെ പോയല്ലോ എന്നാരും ദുഃഖിക്കേണ്ടതായിട്ട് വരികയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവ് നൽകിയ ഈ സുവർണ നിയമവും അതിൻ്റെ മഹത്വവും എത്രയോ കൃത്യമായിട്ടാണ് ഇവിടെ വിശദീകരിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നത്. ഞാനിന്ന് പകൽ വചനം ധ്യാനിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, മർക്കോസ് 12 കർത്താവിൻ്റെ ഉത്തരവും ഗിരിപ്രഭാഷണത്തിലെ ഈ സുവർണ നിയമവും ഒക്കെ അടുത്തിരുന്ന് കേട്ട യോഹന്നാൻ അപ്പോസ്തലൻ എത്ര മനോഹരമായിട്ടാണ് ഈ ലേഖനത്തിൽ അതിനെ സമന്വയിപ്പിക്കുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം യോഹന്നാൻ നേരിട്ട് കേട്ട ആളാണ്. കാരണം മുഖ്യകൽപ്പന ഏതാണെന്ന് ചോദിച്ചു വരുന്ന ചോദ്യവും അതിന് കർത്താവ് പറഞ്ഞ മറുപടിയും ഒക്കെ യോഹന്നാൻ അന്ന് കേട്ട് ഒരുപക്ഷെ അത്ഭുതപ്പെട്ടു പോകുവാൻ ഇടയായിട്ട് തീർന്നിരിക്കും. ഗിരിപ്രഭാഷണം അടുത്തിരുന്നാണല്ലോ ശിഷ്യന്മാർ കേൾക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അവരെ ഒരുപക്ഷെ കോരിത്തരിപ്പിച്ച പ്രമാണമായിരിക്കും 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അവരുടെ ഗുരുനാഥൻ വ്യക്തമാക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഈ ഗുരുനാഥനിൽ നിന്നും കേട്ടതായ ഈ സത്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഉൾക്കൊണ്ട് ഈ ലേഖനത്തിലേക്ക് വരുമ്പോൾ അത് രണ്ടും ഒരുമിച്ച് സമന്വയിപ്പിച്ച് വളരെ മനോഹരമായിട്ടാണത് വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നിരിക്കുന്നത്. നമ്മളൊരുപക്ഷെ യോഹന്നാനേക്കാൾ ഭാഗ്യവാന്മാരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ കയ്യിൽ കർത്താവ് കൊടുത്ത ഉത്തരമുണ്ട്, നമ്മുടെ കയ്യിൽ കർത്താവ് നൽകിയ കൽപ്പനയുണ്ട്, യോഹന്നാൻ അത് വിശദീകരിച്ച് നൽകിയിരിക്കുന്ന വിശദീകരണമുണ്ട്. ഇതെല്ലാം ലഭിച്ച നമുക്ക് ഈ കൽപ്പനയോടുള്ളതായ ഉത്തരവാദിത്വം എത്രയോ ഉന്നതമായിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ന്യായപ്രമാണവും പ്രവാചകന്മാരും അതുതന്നെയാണ് എന്ന് കർത്താവ് ഈ നിയമത്തോട് ചേർത്ത് പറയുമ്പോൾ ആ നിയമം അതിൽ തന്നെ എത്രയോ നിസ്തുല്യമായിരിക്കുന്നു എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 18-ാമത്തെ വാക്യം നമ്മൾ വായിച്ച 1 യോഹന്നാൻ 3-ന്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ സ്നേഹം വെളിപ്പെടുത്താം എന്നുള്ളതിൽ ഒരു 3 ഉത്തരങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഞാൻ ആ ഉത്തരങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞ് നമ്മുടെ ഈ പാഠം സാധിക്കുമെങ്കിൽ ഇന്ന് അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ്. അപ്പോൾ അവിടെ അത് ലളിതമാണ്, ഒറ്റ വായനയിൽ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വാക്കിനാലും നാവിനാലും അല്ല, അത് പ്രത്യേകിച്ച് അവിടെ എടുത്ത് പറയുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? വാക്കുകളിലൊന്നും സ്നേഹം വെളിപ്പെടേണ്ട ആവശ്യമില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെ നിങ്ങൾ ആരും ചിന്തിക്കുകയില്ലെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സ്നേഹം വാക്കുകളിലൂടെ വെളിപ്പെടുത്തപ്പെടുക എന്നുള്ളത്
തിരുവഴുത്തിൽ ഉടനീളം നമ്മൾ കാണുന്നതായ വളരെ അനുഗ്രഹീതമായ ഒരു സത്യമാണ്. അപ്പോൾ അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ് എന്നുള്ളത് അടുത്ത വാക്യങ്ങൾ അത് വ്യക്തമാക്കുവാനിടയായിട്ട് തീരുകയാണ്. ഞാനിന്ന് ഈ വാക്യം വായിച്ചപ്പോഴും ഇങ്ങനെ ഓർത്തു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമ്മളങ്ങനെ സാധാരണ പറയാറില്ല. പിന്നെ അത് ഇംഗ്ലീഷിലെങ്ങും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഒരു കുഴപ്പമായിട്ടുമൊക്കെ സാധാരണ തീരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ തലമുറയിൽ ഉള്ളത്. അപ്പം അതുകൊണ്ട് വാക്കിൽ നമ്മൾ സാധാരണ ഈ കാര്യം അങ്ങനെ പറയാറില്ല. എന്നാൽ അങ്ങനെ പറയുന്നു നല്ലതാണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തന്നെ പറയുമ്പോൾ 1 തിമോഥെയോസ് 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അത് പറയാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് സാധിക്കട്ടെ. അവിടെ അത് പറയുമ്പോൾ എങ്ങനെ പറയണമെന്നൊരു വിശേഷണമുണ്ടല്ലോ, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അത് പൂർണ്ണ നിർമ്മലതയോടെ പറയണം, വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ടുന്ന കാര്യമായിട്ടാണ് നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതൊരു വശം ഞാനൊന്ന് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വാക്കുകളിലും പെരുമാറ്റത്തിലുമൊക്കെ നിർമ്മലത നഷ്ടമാകുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. അത് സഭാ നടപടിക്രമങ്ങളിൽ ഉൾപ്പെട്ടതാണ്. കാരണം ഇടയലേഖനത്തിലാണല്ലോ ആ നിർദ്ദേശം ദൈവാത്മാവ് തരുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് സ്ഥലം സഭയിലുള്ള ആളുകളോടൊക്കെ പെരുമാറാനിടയായിട്ട് തീരുമ്പോൾ ഈ പ്രയോഗം അതിൽ തന്നെ അതിൻ്റെ ഗൗരവത്തിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാനിപ്പോൾ ഇവിടെ ഓർപ്പിക്കുന്നത്. വാക്കിൽ സ്നേഹം പകർന്നു കൊടുക്കുക എന്നുള്ളത് തിരുവഴുത്തിൽ നാം ധാരാളം കാണുന്നതായൊരു കാര്യമാണ്. നമ്മുടെ കർത്താവ് വാക്കിൽ എത്രയോ മനോഹരമായിട്ടാണ് സ്നേഹം വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. നിങ്ങളോട് ചോദിച്ചാൽ പറയുമായിരിക്കാം, എങ്കിലും ഒത്തിരി വാക്യങ്ങൾ പറഞ്ഞെങ്കിലും എന്ന് വിചാരിച്ച് ഞാൻ ധ്യാനിച്ച വാക്യം മാത്രം പറയാം എന്ന് കരുതുക. എടുത്തു വായിക്കേണ്ട ആവശ്യമില്ല. മാളികമുറിയിലെ പ്രസംഗത്തിൽ യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ആ വലിപ്പം എത്രയോ കൃത്യമായിട്ടാണ് വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമുക്കെല്ലാം അറിയാമ വാക്യം, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഒടുവിലത്തെ രാത്രിയിൽ തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ വലിപ്പം കർത്താവ് വാക്കുകളിൽ അവരെ അത്ഭുതപ്പെടുത്തുമാറ് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന വാക്യങ്ങൾ തന്നെ ഒന്ന് കുറിച്ചിട്ട് വായിക്കാനിടയായിട്ട് തീർന്നാൽ അത് നമ്മെ നിശ്ചയമായിട്ടും അതിശയിപ്പിക്കുവാൻ ഇടയായിട്ട് തീരും. നാം അത്രത്തോളം സ്നേഹം അനുഭവിക്കുന്നവരായ ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം അനുഭവിക്കുന്ന നമുക്ക് നമ്മുടെ വാക്കുകളിലൂടെയും മറ്റുള്ളവർക്ക് സ്നേഹവും ആശ്വാസവും പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ സ്നേഹസമ്പന്നനായൊരു ഭർത്താവ് ഭാര്യയോട് പറയുന്ന വാക്ക് നമുക്ക് അറിയാം, നമുക്ക് നല്ല പരിചയമുണ്ടല്ലോ. ആ ഭർത്താവ് ആരാണ്? എൽക്കാന ഭാര്യയോട് പറയുന്ന വാക്ക്, അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ നീ എന്തിന് കരയുന്നു, എന്തിന് പട്ടിണി കിടക്കുന്നു, നീ വ്യസനിക്കുന്നതെന്ത്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ. ഹന്നയുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിലും നമുക്കറിയാം ആ വാക്ക് എത്രയോ ആശ്വാസമായിട്ട് അവൾ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. സമാനമായൊരു സാഹചര്യത്തിൽ യാക്കോബ് റാഹേലിനോട് പറഞ്ഞ വാക്ക് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. യാക്കോബ് വളരെ നല്ലയാളാണ്, നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എന്ത് റഫായിട്ടാണ് അവിടെ യാക്കോബ് റാഹേലിനോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് 2 ചിത്രങ്ങളാണ്. നമ്മൾ ഏതിൽ ഗണത്തിൽ പെടും എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. നമ്മൾ യാക്കോബിൻ്റെ ഗണത്തിലാണെങ്കിൽ മാറി
എൽക്കാനയുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുമാറ് വരുന്ന ദിവസങ്ങളിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വാക്കുകൊണ്ടും സ്നേഹം പകർന്നു കൊടുക്കാം, വാക്കുകൊണ്ട് ആശ്വാസമായിരിക്കാം. അത് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതായ സത്യം ഞാനിവിടെ ഓർപ്പിക്കേ. ഈ വാക്കുകൊണ്ടും നാവുകൊണ്ടും അല്ല എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളാരും തെറ്റിദ്ധരിച്ചിട്ടില്ലായിരിക്കാം, അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതുകൊണ്ട് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന കാര്യം വാക്കുകൊണ്ടും നാവുകൊണ്ടുമല്ല, പിന്നെയോ പ്രവൃത്തിയിലുള്ള സ്നേഹം. അതാണ് എടുത്തു പറയുവാൻ ഇടയായിട്ട് തീരുന്നത്. അതിന് ഞാൻ ഒത്തിരി വിശദീകരണം പറയുന്നില്ല. ലോകത്തിൻ്റെ ചരിത്രത്തിൽ പ്രവൃത്തിയിൽ വെളിപ്പെട്ട ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രവൃത്തി ഏതാണ്? ക്രൂശിലുള്ള കർത്താവിൻ്റെ മരണമാണ്. റോമർ 5:8 നമ്മൾ ഓർക്കാത്ത ആരാധനയോഗം ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയ നമ്മുടെ പഠനഭാഗത്ത് ഒരു വാക്യം കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഓർക്കാനിടയായിട്ട് തീർന്നു. അത് നമുക്കൊന്നങ്ങ് വായിച്ചു പോകാം. അത് വായിച്ചു കഴിഞ്ഞല്ലേ ഉള്ളൂ. 1 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആരാധനാത്മകമായ മനോഹരമായൊരു പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന് വേഗത്തിൽ വായിച്ചോളൂ. അവൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും വർണ്ണിപ്പിൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം കാണിച്ചു തന്നിട്ടുള്ളതായ ഈ അത്ഭുതങ്ങളെ വർണ്ണിക്കുവാൻ അന്യോന്യം ഈ നാം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ വലിപ്പം തിരിച്ചറിയത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. പ്രവൃത്തിയിൽ സ്നേഹം വെളിപ്പെടുത്തിയ എത്രയോ വീരന്മാരായ പുരുഷന്മാരെ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ സാന്ദർഭികമായിട്ട് ഈ വാക്യം വിശദീകരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് ചില വാക്കുകൾ ഓർപ്പിക്കാനിടയായിട്ട് തീർന്നല്ലോ. പൗലോസ് സുവിശേഷ വേല കൂടാതെ സ്വന്തം കൈകൊണ്ട് വേല ചെയ്തുള്ള അധ്വാനത്തിൽ ഏർപ്പെട്ടിരുന്നു. 3 കാര്യത്തിന് വേണ്ടിയാണ് താനത് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഒന്ന്, തൻ്റെ സ്വന്തം മുട്ടിന് വേണ്ടി. രണ്ടാമത്തെ കാര്യം ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, കൂടെയുള്ള ആളുകൾക്ക് വേണ്ടി. മൂന്നാമത് പറയുന്നത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കേണ്ടതിന് വേണ്ടി. അപ്പോൾ പൗലോസിൻ്റെ അധ്വാനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മറ്റുള്ളവരുടെ ആശ്വാസത്തിന് വേണ്ടിയായിരുന്നു. ആ ദൈവമനുഷ്യൻ്റെ ജീവിതം അതിൽ തന്നെ എത്രയോ മഹത്തരമായിരുന്നു എന്നുള്ളത് നാം കാണുന്നുണ്ട്. ഞാൻ ഇന്ന് പകൽ ഇത് ധ്യാനിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് കൂടെ വന്നൊരു പേര് യോസേപ്പിൻ്റെ പേരാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം ചെയ്തിട്ടുള്ളതായ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിന്ന് എഴുതാൻ തുടങ്ങിയാൽ അത് ഒരു കൊച്ചു പുസ്തകത്തിൽ എഴുതി തീർക്കാൻ കഴിയാതെ വണ്ണം അത്രമാത്രം പ്രവൃത്തികളാണ് രേഖപ്പെടുത്തി കിട്ടിയിട്ടുള്ള യോസേപ്പിൻ്റെ ചരിത്രത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ള ജയാളികളുടെ വലിയ കൂട്ടം തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്നേഹം അത് പ്രവൃത്തിയിൽ നൽകാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. മൂന്നാമത്തെ പ്രയോഗം കൂടെ ഞാനൊന്ന് പരാമർശിച്ച് ഉപസംഹരിക്കാം എന്ന് കരുതുന്നു. സ്നേഹം എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 3:18 വാക്യത്തിൽ സത്യത്തിലുള്ള സ്നേഹം. ഞാൻ ഒത്തിരി വിശദീകരണം അതിന് പറയണ്ട എന്ന് കരുതുകയാണ്. ആരാണ് സത്യമെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം കൃത്യമായിട്ടുണ്ടല്ലോ. നമ്മുടെ കർത്താവാണ് സത്യം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നാം പ്രവൃത്തിയിൽ നൽകുന്ന സ്നേഹം അത് കർത്താവിൻ്റെ നാമത്തിൽ ആയിരിക്കട്ടെ. പൗലോസ് സുവിശേഷ വേല ചെയ്യുന്നത് പോലും ഏത് നിർബന്ധത്തിലാണെന്ന് പറയുന്നുണ്ടല്ലോ, ഓർക്കട്ടോ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ,
നാം പ്രവൃത്തിയിൽ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അത് ഈ നാമത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന പ്രചോദനമായിരിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. എന്താണ് സത്യമെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരമുണ്ട്. യോഹന്നാൻ 17:17 വാക്യം. എന്താ ഉത്തരം? സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി വിശാലമായൊരു സത്യം ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണ്. സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് രേഖപ്പെടുത്തി തന്ന പ്രമാണപ്രകാരമായിരിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. 2 വേദഭാഗങ്ങൾ ഞാൻ പരാമർശിച്ച് അവസാനിപ്പിക്കാം. പൗലോസ് ഫിലിപ്പിയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരണം. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ കുറിക്കൊള്ളേണ്ടുന്ന വാക്യമാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു വല്യപ്പച്ചൻ്റെ ശവസംസ്കാരത്തിൽ ആ വല്യപ്പച്ചൻ്റെ കൊച്ചുമോള് ഒരു അനുസ്മരണം പറഞ്ഞു. ആ അനുസ്മരണത്തിൽ വല്യപ്പച്ചൻ്റെ ഗുണം പറഞ്ഞത്, ഞങ്ങൾ വീട്ടിലൊക്കെ വരുമ്പോൾ വല്യപ്പച്ചൻ ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് ടൗണിൽ പോകും, ഞങ്ങൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിത്തരും. ഇതാണ് സ്നേഹം. അത് പരിജ്ഞാനമില്ലാത്തതായ സ്നേഹമാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വേറെ പല ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചോളൂ. സ്നേഹം പരിജ്ഞാനത്തിലും സകല വിവേകത്തിലുമായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് സാധിക്കട്ടെ. മറ്റൊരു വാക്യം ഞാൻ പരാമർശിക്കാം. നിങ്ങൾ അടുത്ത ദിവസം ഒരു ഗ്രഹപാഠം ചെയ്തുകൊണ്ട് വന്നാൽ നല്ലതാണ്. മർക്കോസ് 12:31 വാക്യത്തിൽ കർത്താവ് കൂട്ടുകാരനെ സ്നേഹിക്കുന്ന കാര്യം പറയുമ്പോൾ അവിടെ ഒരു അളവ് പറയുന്നുണ്ടല്ലോ. എന്താണ് അളവ്? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇന്ന് പകൽ മുഴുവനും ഞാൻ വളരെയധികം ചിന്തിച്ചതായൊരു വാചകമാണത്. അപ്പോൾ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായോഗികത എന്താണ് എന്നുള്ളത് നാം ഗൗരവമായിട്ട് ഉൾക്കൊള്ളണം. ഭാര്യയെ സ്നേഹിക്കുമ്പോൾ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കണം എന്നുള്ളതായ കൽപ്പന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ വാക്യം ചിന്തിച്ചപ്പോൾ ഒരു കാര്യം ഓർത്തു, ഞാനതൊന്ന് പറയാം. പറയുന്നത് ഞാനൊരു ഭയത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേറൊരു വിശദീകരണം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് അത് കൂടുതൽ സമ്പുഷ്ടമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക, ഇത് കൊടുക്കുന്ന കാര്യത്തിലാണല്ലോ പ്രത്യേകിച്ച് ഇവിടെ പറയുവാൻ കർത്താവ് ഇടയായിട്ട് തീർന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പകുതി നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി വേർതിരിക്കുന്നവരാണ് എന്ന് വരികിൽ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തേനെ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തയിൽ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പകുതി ഭാഗം ഈ കാര്യത്തിന് വേണ്ടി വേർതിരിച്ച് ഉപയോഗിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ ഈ വാക്യം അന്വർത്ഥമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പകുതിയൊന്നും അല്ലാട്ടോ, അതിനേക്കാൾ കൂടുതലൊക്കെ കൊടുക്കുന്ന ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ അടുത്തുള്ളതായ കീഴൂർ സ്കൂളിൽ കുറേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നൊരു ക്യാമ്പിൽ ഞാൻ സംബന്ധിക്കുമ്പോൾ ഒരു ദൈവദാസൻ മറ്റൊരാളെക്കുറിച്ച്, തനിക്കറിയാവുന്ന ഒരാളെക്കുറിച്ചൊരു സാക്ഷ്യം പറയാൻ ഇടയായിട്ടത്. എനിക്ക് ആ സാക്ഷ്യം പറയാൻ പോലും പേടിയാണ്. അദ്ദേഹം പറഞ്ഞതായതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത് മാത്രമേ ഉള്ളൂ. അന്ന് 50,000 രൂപ മാസം ശമ്പളം വാങ്ങിക്കുന്ന, ഇന്നിപ്പോൾ ആ ശമ്പളമൊക്കെ ഉള്ള ആളുകൾ ഒത്തിരി പേര് കാണുമായിരിക്കാം, അങ്ങനെ ഒരു കാലമാണ്. പക്ഷേ ആ ദൈവത്തിൻ്റെ ദാസനെക്കുറിച്ച് ഈ ദൈവദാസൻ സാക്ഷ്യം പറഞ്ഞത് അതിൻ്റെ ദശാംശം കൊണ്ട് അദ്ദേഹം ജീവിക്കുകയാണ്. ബാക്കിയെല്ലാം കർത്താവിനും കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവിടുന്നു എന്നൊരു സാക്ഷ്യം കേൾക്കാനിടയായി. എനിക്കിപ്പോഴും അതൊരു അതിശയമാണ്. എനിക്കതിൻ്റെ അടുത്തൊന്നും എത്താൻ പറ്റിയിട്ടുള്ള ആളല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിശയത്തോടുകൂടി അത് ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഈ പ്രമാണത്തിൽ നാം നമുക്ക് വേണ്ടി ജീവിക്കേണ്ടവരല്ല. പിന്നെയോ നമുക്ക് നല്ലോണം അറിയാവുന്നതുപോലെ നമ്മുടെ സ്വന്തം ഗുണം മാത്രം നോക്കി ജീവിക്കേണ്ടവരല്ല.
മറ്റുള്ളവൻ്റെ ഗുണം കൂടി അന്വേഷിക്കുവാൻ, ഈ വാക്ക് അന്വർത്ഥമാക്കി ജീവിക്കുവാൻ, നിന്നെപ്പോലെ നിൻ്റെ കൂട്ടുകാരനെയും സ്നേഹിക്കുക എന്നുള്ളത് നമുക്ക് നമ്മുടെ ഗുരുനാഥൻ്റെ പ്രമാണവും അതിൻ്റെ ഔന്നത്യവും തിരിച്ചറിഞ്ഞ് അത് വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ച് നമ്മുടെ തലമുറയിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അത് സാധിച്ചാൽ നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരികളായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഗുരുനാഥൻ പഠിച്ച ഈ സുവർണ പ്രമാണം വളരെ കൃത്യമായിട്ട് പാലിക്കുവാൻ ഇടയായിട്ട് തീരുന്നത് അതെത്രയോ അനുഗ്രഹീതമായൊരു കാര്യമായിരിക്കും. കർത്താവിന് വേണ്ടി നമുക്ക് എന്തോരം വേർതിരിച്ചു കൊടുക്കാൻ കഴിയുമോ അത് അത്രയും ഭാഗ്യമാണ്. കാരണം നിങ്ങൾ അളക്കുന്ന അളവിനാലാണ് തിരിച്ച് നിങ്ങളുടെ കയ്യിൽ കർത്താവ് അളന്നു തരുവാൻ ഇടയായിട്ട് തീരുന്നത്. ലൂക്കോസ് 6:38. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതായ ഈ ഉന്നതമായ പ്രമാണം അതുപോലെ ഉൾക്കൊണ്ട് പ്രായോഗികമാക്കി ഈ തലമുറയിൽ വ്യത്യസ്തരായി ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാൻ, വക്രതയും കോട്ടമുള്ള ഈ തലമുറയിൽ എല്ലാം സ്വാർത്ഥതയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നതായ, തങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി ബന്ധപ്പെടുന്നതായ ഈ തലമുറയിൽ വ്യത്യസ്തരായിട്ട് നാം ജീവിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ട് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ ഗുരുനാഥൻ്റെ വാക്കുകൾ എത്രയോ മനോഹരമാണ്. അത് പ്രായോഗികമാക്കിയാൽ നമ്മുടെ ജീവിതവും മനോഹരമായി സൂക്ഷിക്കുവാൻ, നല്ല സാക്ഷ്യം സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ പ്രമാണത്തിലൂടെ കടന്നുപോയ നമുക്ക് ഈ പ്രമാണം പ്രായോഗികമാക്കി വരുന്ന ദിവസങ്ങളിൽ ജയാളികളായിട്ട് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ധാരാളം ദൈവകൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.